ദൈവത്തിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവദാസീദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കുകയാണ്. കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി, വിശുദ്ധിക്കും വേർപാടിനു വേണ്ടി വില കൊടുത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അനുദിനം ലയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ദൈവം ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ എന്നിലേക്ക് അല്പസമയം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം, സൂക്ഷിക്കുക. വിശുദ്ധന്മാരായി കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന നാം ചിലതിനെ സൂക്ഷിക്കണം. സൂക്ഷിക്കുക എന്ന വാക്ക് വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചില വീടുകളുടെ മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ട്, പട്ടിയുണ്ട് സൂക്ഷിക്കുക. മനോഹരമായിരിക്കുന്ന വീടാണ്, അവിടെ നമുക്ക് ഇഷ്ടമുള്ള ആളാണ് താമസിക്കുന്നത്, പക്ഷെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു സൂക്ഷിക്കുക. എന്നതിൻ്റെ അർത്ഥം വീട്ടിനകത്ത് ആരുണ്ട്? മനുഷ്യൻ മാത്രമല്ല, കടിക്കുന്ന പട്ടിയും കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ സ്നേഹിതനായിരുന്നാലും കയറി വരുമ്പോൾ ചിലപ്പോൾ ആ നായ് ചിലപ്പോൾ നമ്മളെ കടിച്ചെന്ന് വരാം. അതുകൊണ്ട് സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് ഒരു വിശുദ്ധനോട് പറയുന്ന വാക്കാണ് സൂക്ഷിക്കുക, സൂക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം കുറച്ചും കൂടെ ആ വാക്കിന് ഞാൻ കുറച്ചും കൂടെ മിനുക്കി ഒരുക്കി ഞാൻ പറഞ്ഞോട്ടെ. എത്ര കഴിവുള്ള മനുഷ്യനായിരുന്നാലും, എത്ര അറിവുള്ള മനുഷ്യനായിരുന്നാലും, ചില മുന്നറിയിപ്പുകൾ അവഗണിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പരാജയപ്പെടും. അതുകൊണ്ടാണ് വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് സൂക്ഷിക്കുക, സൂക്ഷിക്കുക, സൂക്ഷിക്കുക. ഉൽപ്പത്തിയിൽ തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു, കയ്യിനോട് യഹോവയായ ദൈവം പറഞ്ഞു, പാപം നിന്റെ മുൻപിൽ നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്, അതിനെ നീ കീഴ്പ്പെടുത്തുക. അതൊരു മുന്നറിയിപ്പാണ്. പക്ഷേ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചപ്പോൾ ആ മനുഷ്യൻ അവിടെ തകർന്നു പോകുവാനിടയായി. ഇതുപോലെയാണ് പുതിയ നിയമത്തിലും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവമക്കളായ നമ്മളോട് ദൈവം പറയുന്നു, സൂക്ഷിക്കുക. ഈ സൂക്ഷിക്കുക, സൂക്ഷിക്കുക, സൂക്ഷിക്കുക എന്ന് പറയുന്നത് പുറത്തുള്ളവരെ അല്ല സൂക്ഷിക്കേണ്ടത്, അകത്തുള്ളവരെ സൂക്ഷിക്കാൻ പൗലൂസ് വിവിധ ഭാഗങ്ങളിൽ പറയുകയാണ്. പുറത്തുള്ളവരെ സൂക്ഷിക്കണം, ശരിയാണ്. പുറത്തുള്ള നിയമങ്ങളെ സൂക്ഷിക്കണം. നമുക്ക് നേരെ വരുന്ന ഓരോ പ്രതിസന്ധികൾ നമ്മൾ സൂക്ഷിക്കണം, അതൊരു വേറെ ലെവലാണ്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അകത്തുള്ളതിനെ സൂക്ഷിക്കണം. എന്താണ് അകത്തുള്ളത്? അതിനെക്കുറിച്ച് ചില മിനിറ്റുകൾ നമുക്ക് ഈ വചനം ഒന്നിച്ചിരുന്ന് ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. റോമാക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 17-ാം വാക്യം. ആ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കേട്ടോ, അവിടെ പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു ദൂതാണ്, അകത്തുള്ളതിനെ ചിലതിനെ സൂക്ഷിക്കണം. എന്താണ്? നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ, അപ്പോൾ നമ്മളെ വിശുദ്ധ വേദ പുസ്തകം പഠിപ്പിക്കുന്നതിന് വിരോധമായ ചില ഉപദേശങ്ങളുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. സ്തോത്രം. 66 പുസ്തകത്തിനകത്തുള്ള കാര്യങ്ങളെ വിപരീതമായി, ആ വചനത്തിന് വിരോധമായി പഠിപ്പിക്കുന്ന ഉപദേശങ്ങളിൽ നിന്നും നമ്മൾ സൂക്ഷ്മതയോടുകൂടെ മാറി നിൽക്കണം. ഇവിടെ പറയുന്നു, വിപരീതമായ ദ്വന്ദ്പക്ഷങ്ങളെയും. ഒരിക്കലും വേദപുസ്തകത്തിന് രണ്ട് പക്ഷമില്ല, ഒറ്റ പക്ഷേ ഉള്ളൂ, ക്രിസ്തുവിന്റെ പക്ഷം. ആ ദ്വന്ദ്പക്ഷങ്ങൾ എവിടെയാ വരുന്നത്? അവരെ സൂക്ഷിക്കണം.
ഇതൊന്ന പക്ഷം ഉണ്ടാക്കുന്നവരെ സൂക്ഷിക്കണം. 2, ഇടർച്ചകളെ ഉണ്ടാക്കുന്നവരെ സൂക്ഷിക്കണം. ഇടർച്ച സഭയ്ക്കകത്ത്, പ്രസ്ഥാനത്തിനകത്ത്, ദൈവദാസന്മാരുടെ ഇടയിൽ, വിശുദ്ധന്മാരുടെ ഇടയിൽ ഇടർച്ചയുണ്ടാക്കുന്നവനാണ്, അവനെ സൂക്ഷിക്കണം. അത് സെൻട്രൽ പാസ്റ്റർ ആയിരുന്നാലും, ചെറിയ പാസ്റ്റർ ആയിരുന്നാലും, അതൊരു വിശ്വാസിയായിരുന്നാലും, ഒരു കുഞ്ഞായിരുന്നാലും അവനെ സൂക്ഷിക്കണം. അവനെ നിസ്സാരമായി കാണരുത്. ഈ ദ്വന്ദ്വപക്ഷം ഉണ്ടാക്കുന്നവനെ സൂക്ഷിക്കണം, അവനെ ചെറുതായി കാണരുത്. 2, ദൈവം നമുക്ക് തന്ന ഉപദേശത്തിന് വിപരീത ഉപദേശം പറയുന്നവനെ സൂക്ഷിച്ചോണം. സൂക്ഷിച്ചില്ല എങ്കിൽ എനിക്ക് കൃപയുണ്ട്, എനിക്ക് ജ്ഞാനമുണ്ട്, വചനജ്ഞാനമുണ്ട്, വെളിപ്പാടുണ്ട്, ദർശനമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തകർന്നു പോകും. മനസ്സിലായോ? എന്ന് വെച്ചാൽ വളരെ കെയർഫുള്ളായി, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? ആ വിഷയങ്ങളെ വളരെ കെയർഫുള്ളായി നമ്മൾ ഓരോ നിമിഷവും കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിപരീത ഉപദേശങ്ങളെയും ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെ ഉണ്ടാക്കുന്നവരെ സൂക്ഷിക്കണമെന്നും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അടുത്തത്, അവരോട് എന്ത് ചെയ്യണം? അകന്നു മാറുവിൻ. ഈ ദ്വന്ദ്വപക്ഷം ഉണ്ടാക്കുന്നവന് സഭയ്ക്കകത്ത് ദ്വന്ദ്വപക്ഷം, വീട്ടിനകത്ത് ദ്വന്ദ്വപക്ഷം, പ്രസ്ഥാനങ്ങൾ, അവനെ വിട്ട് മാറണം, അകന്ന് നിൽക്കണം. അകന്ന് നിന്നില്ലെങ്കിൽ നമ്മൾ അത് കെടിയിൽ വീണു പോകും. 2, അകന്ന് നിൽക്കണം. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചെയ്യുന്നത്. കണ്ടോ? അവരെ കുറിച്ച് പൗലോസ് പറയുന്ന കാര്യം, അവർ ക്രിസ്തുവിനെ അല്ല സേവിക്കുന്നത്. ഇതൊന്നപക്ഷം ഉണ്ടാക്കുന്നവരും, 2, ഇടർച്ച ഉണ്ടാക്കുന്നവരും, വിപരീത ഉപദേശങ്ങൾ പറയുന്നവരും ക്രിസ്തുവിനെ അല്ല സേവിക്കുന്നത്. അവർ ക്രിസ്തുവിന്റെ വാക്കാ പറയുന്നത്. യേശു സൗഖ്യമാക്കും, യേശു വിടുവിക്കും, യേശു അങ്ങനെ പറഞ്ഞു, യേശു ഇങ്ങനെ പറഞ്ഞു, യേശു അങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? പക്ഷേ വിശുദ്ധ വേദപുസ്തകം അവർ കർത്താവിനെ അല്ല സേവിക്കുന്നത്. പിന്നെ അവരെ വയറ്റിനെ അത്ര സേവിക്കുന്നത്, വയറിനെയാണ് അവർ സേവിക്കുന്നത്. എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടും, അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ വിപരീത ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ദ്വന്ദ്വപക്ഷങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ ഇടർച്ച ഉണ്ടാക്കുന്നു. ഇവർ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് നടക്കുന്നത്. ഇവരെ വിട്ട് നമ്മൾ ഒഴിഞ്ഞങ്ങ് മാറണം. അവരെ തിരുത്താൻ പോയിട്ട് കാര്യമില്ല, അവരെ പഠിപ്പിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. അവരെ വിട്ട് ഒന്ന് ഒഴിഞ്ഞു മാറുക ഒരു വിശുദ്ധൻ ചെയ്യേണ്ട കാര്യമാണ്. അവരെ വിട്ട് ഒഴിഞ്ഞു മാറുക, അവരെ സൂക്ഷിക്കുക. ഇനി അവരുടെ സ്വഭാവം ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് കളയുന്നു. ചക്കരവാക്ക്, അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. പാവപ്പെട്ട സാധുക്കളായ വിശ്വാസികളെ, സാധുക്കളായ കുടുംബങ്ങളെ എന്ത് ചെയ്യുന്നു? അവർ വഞ്ചിച്ച് കളയുന്ന എങ്ങനെ? ചക്കരവാക്ക് എന്ന് വെച്ചാൽ അവരെ സുഖിപ്പിക്കുന്ന, അവരെ ജഡത്തെ ഉല്ലാസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് എന്ത് ചെയ്തു? സാധുക്കളെ വഞ്ചിക്കുന്നു. 2 മാത്രമല്ല, മുഖസ്ഥിതി പറയും. ഭയങ്കര മുഖസ്ഥിതിയാ. മുഖത്ത് നോക്കി അവരൊന്ന് പുകഴ്ത്തി പറയും. എന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് മുഖസ്ഥിതി, അയ്യോ ഉപദേശി നല്ല ഉപദേശിയാണ്, ഉപദേശി പറയുന്ന ഓരോ മെസ്സേജ് മാറ്റിമറിച്ചു, എൻ്റെ ലൈഫിനെ മൊത്തം മാറ്റി എന്നൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പൊക്കി പറയുമ്പോൾ എൻ്റെ ഈ ജഡമുണ്ടല്ലോ, ജഡത്തിന് ഭയങ്കര സന്തോഷം. എൻ്റെ കയ്യിരിക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞവന് കൊടുക്കും. കാരണം ഇതാണ് മുഖസ്ഥിതി. ചക്കരവാക്ക് മുഖസ്ഥിതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. നിങ്ങളോട് ഒരു ദൈവദാസൻ വന്ന മുഖസ്ഥിതി പറഞ്ഞാൽ, ചക്കരവാക്ക് പറഞ്ഞാൽ, നിങ്ങൾ അവരെ വിട്ട് ഒഴിയണം, അവരെ സൂക്ഷിക്കണം. കാരണം എന്തെന്നറിയണ്ടേ? അവർ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണ് ഈ മുഖസ്ഥിതിയും ചക്കരവാക്കും പറയും. ആമേൻ. അതുകൊണ്ട് പൗലൂസ് സഭയ്ക്ക് ലേഖനമുണ്ട്. വലിയൊരു സഭയാണ് റോമാസഭ. ആ റോമാസഭയുടെ
ജനത്തോട് പറയുകയാണ്, വിശ്വാസികളോട് പറയും. ഇത് അവിശ്വാസികളോടല്ല, സഭയ്ക്കകത്ത് നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇവർ വയറ്റുപിഴപ്പിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകയാൽ അവരെ നമ്മൾ സൂക്ഷിക്കണം. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിയ സഭയിൽ വന്നപ്പോൾ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന ഇങ്ങനെയാണ്: അങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. ഇവരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞു, ദ്വന്ദ്വപക്ഷം ഉള്ളവരെ സൂക്ഷിക്കണം, വിപരീത ഉപദേശം പറയുന്നവരെ സൂക്ഷിക്കണം, ഇടർച്ച വരുത്തുന്നവരെ സൂക്ഷിക്കണം, പിന്നെ ചക്കരവാക്ക് പറയുന്നവരെ സൂക്ഷിക്കണം, പിന്നെ മുഖസ്ഥിതി പറയുന്നവരെ സൂക്ഷിക്കണം. ഇപ്പോൾ പൗലോസ് കൊരിന്ത്യരിലേക്ക് വന്നപ്പോൾ കൊരിന്ത്യ സഭയ്ക്കകത്ത് കാണുന്നത് കള്ള അപ്പോസ്തലന്മാർ, ദൈവം അയക്കാത്ത അപ്പോസ്തലന്മാർ. ഹല്ലേലൂയ. പൗലോസ് എഫേസ്യ ലേഖനത്തിൽ ദൈവ ഇഷ്ടത്താൽ അപ്പോസ്തലനായ, ദൈവ ഇഷ്ടത്താൽ. അപ്പോൾ ദൈവം പറയാത്ത കള്ള അപ്പോസ്തലന്മാർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. 2, അവരെന്റെ കപടവേലക്കാർ. ബൈബിളും എടുത്തുകൊണ്ട് സ്തോത്രവും പറഞ്ഞ് അന്യഭാഷ. കഴിഞ്ഞ ദിവസം ഒരു കള്ളൻ കണ്ടല്ലോ. ആ കള്ളൻ പല സഭകളിലും കയറി നിന്ന് പ്രസംഗിച്ച അന്യഭാഷ പറഞ്ഞ് പ്രവചിച്ച കള്ളനാണ്. ട്രിവാൻഡ്രത്ത് ഒരു സഹോദരി എനിക്കറിയാം, ഒരു സാധുവായ സ്ത്രീ. ഒരു മെസ്സേജ് കഴിഞ്ഞു, ആ സ്ത്രീ ഒരു ചർച്ചിലെ ഒരു മെസ്സേജ് കഴിഞ്ഞു, താഴെ ഇറങ്ങി വീട് കൊടുക്കാമെന്ന് പറഞ്ഞു കുറെ പൈസ വാങ്ങിച്ചു കൊണ്ടുപോയി. അത്രമാത്രം ക്രൂരന്മാരായ കള്ളവേലക്കാർ. ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ കള്ളവേലക്കാരുണ്ട് കേട്ടോ. എല്ലാവരും വേലക്കാരൊന്നുമല്ല. എല്ലാവരും ബൈബിൾ എടുത്തത് കൊണ്ട് വേലക്കാരനാകണമെന്നില്ല. എല്ലാവരും MBBS പഠിക്കുന്നത് കൊണ്ട് എല്ലാവരും ഡോക്ടറാകണമെന്നില്ല. നല്ല ഡോക്ടർമാരുണ്ട്. ഇതുപോലെ നല്ല വിശ്വസ്തന്മാരായ വിശുദ്ധന്മാർ നമ്മുടെ വേലക്കാരുടെ ഇടയിലുണ്ട്. അവരെ കുറിച്ചല്ല പറയുന്നത്. ബൈബിൾ കോളേജ് കഴിഞ്ഞു, വേറൊരു ജോലിയും കിട്ടിയില്ല, അതുകൊണ്ട് ബൈബിളും കൊണ്ട് അങ്ങ് നടക്കുക, ഒരു മിനിസ്ട്രിയും തുടങ്ങി അങ്ങ് നടക്കുക. ഇച്ചിരി പൈസ ഉണ്ടെങ്കിൽ, 10 കാശുണ്ടെങ്കിൽ 10 പേരുടെ മുമ്പിൽ നല്ല മാന്യമായിട്ട് നടക്കാൻ പറ്റും. കള്ളവേലക്കാരാ, സൂക്ഷിക്കണം കേട്ടോ. അവരെ വിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കണം. സ്തോത്രം. ഞാൻ എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധന്മാരായിരിക്കുന്ന, ഇന്നും കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന, കർത്താവിന്റെ പൊന്നുമുഖം മാത്രം നോക്കി കർത്തൃ ശുശ്രൂഷ ചെയ്യുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ കപടവേലക്കാർ ഉണ്ട് എന്ന് പൗലോസ് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നു. കപടവേലക്കാർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുകയാണ്. വേഷം ധരിക്കുന്ന, ആടിന്റെ വേഷം ധരിക്കുന്ന ചെന്നാൽ വേഷം ധരിക്കുകയാണ്. ഇവിടെ അകത്തൊന്നുമില്ല, ഇവിടെ കപടവേലക്കാരാണ്. എങ്ങനെ മറ്റുള്ളവരിൽ നിന്നും പൈസ പിടിഞ്ഞു വാങ്ങാം? ഇതെല്ലാം വേലക്കാർ. എല്ലാം സ്തോത്രം, ഹല്ലേലൂയ, അന്യഭാഷ എല്ലാം ഉണ്ട്, പ്രവചനമുണ്ട്, അത്ഭുതമുണ്ട്, എല്ലാം നമുക്ക് തോന്നും. കേട്ടോ, ആ കള്ളം പറയുന്ന അന്യഭാഷയുടെ ചാതുര്യം കണ്ടോ? നമ്മുടെ നല്ല ഉപദേശിവരാരെങ്കിലും പറയുന്നവരെ ശാസിക്കുന്ന ശാസന കണ്ടോ? നിങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കൂടെ കണ്ടതുകൊണ്ടാണ് ഞാൻ പൊതുവിൽ അത് പറഞ്ഞത്. അവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ അന്യഭാഷയോ പ്രവചനങ്ങളോ അത്ഭുതങ്ങളിലോ കണ്ടല്ല ഒരു നല്ല വേലക്കാരനെ കണ്ടെത്തേണ്ടത്. അവൻ ദ്വന്ദ്വപക്ഷം ഉണ്ടാക്കൂല, അവൻ കലക്കം ഉണ്ടാക്കൂല. അവൻ അവന്റെ ക്രിസ്തുവിനെ മാത്രമേ അവൻ സേവിക്കുകയുള്ളൂ. അവന്റെ വയറ്റിനല്ല അവന് ജീവിക്കുന്നത്. അവൻ മുഖസ്തുതിയൊന്നും പറയില്ല, അവൻ ചക്കരവാക്കൊന്നും പറയത്തില്ല. അവൻ കർത്താവ് പറയുന്നത് എന്തും ആരുടെ മുമ്പിലും പറയാനുള്ള ആർജവം അവനുണ്ടായിരിക്കും. അതാണ് നല്ല അപ്പോസ്തലൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വലിയവൻ വന്നാലും ചെറിയവൻ വന്നാലും ഒരുപോലെയാ. പണക്കാരൻ വന്നാലും പണമില്ലാത്തവൻ ഒരുപോലെയാ സഭയ്ക്കകത്ത്. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി സഹായിക്കുന്നവൻ വന്നാലും സഹായിക്കാത്തവൻ ഒരുപോലെയാ. സ്നേഹിക്കുന്നവൻ വന്നാലും സ്നേഹിക്കാത്തവൻ വന്നാലും ഒരുപോലെയാ. ഇതിനെയാണ് ദൈവത്തിന്റെ അപ്പോസ്തലന്മാർ, കർത്താവ് നിയോഗിക്കപ്പെട്ട അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. കാരണം അവർ സേവിക്കുന്നത് ദൈവത്തെയാണ് സേവിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. ഇനി നോക്കണം, അടുത്ത് പറയുന്നത് വേഷം ധരിക്കുന്നവരത്രേ. ഇത് ആശ്ചര്യമില്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. മനസ്സിലായോ? നമ്മൾ അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ദൈവം പറയുന്നു, ഇവരെ സൂക്ഷിക്കുക, അവരിന്ന് മാറി നിൽക്കുക. ഇത് ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. നമ്മൾ യൂട്യൂബിൽ കൂടെയോ നമ്മൾ പരസ്യമായോ നമ്മൾ മൈക്കിൽ കൂടെയോ സഭയിൽ നിന്നോ ഒന്നും പറയേണ്ട, പ്രവർത്തിക്കേണ്ട. ദൈവം പ്രവർത്തിച്ചോളും. അല്പ ദിവസത്തേക്ക് നിങ്ങൾ മാറിയിരിക്കുക, സൂക്ഷിക്കുക, അവരെ വിട്ടൊഴിഞ്ഞു മാറി നിൽക്കുക. ഹല്ലേലൂയ. ഇനി മൂന്നാമതായി, ഈ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയിൽ പോയപ്പോഴും അവിടെയും ഞാൻ റോമ സഭയിൽ സംഭവിച്ചത്, കൊരിന്ത്യർ സഭയിൽ സംഭവിച്ചത്, ഇനി ഗലാത്യ സഭയിൽ പോയപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ എത്ര വേഗം മറ്റൊരു സുവിശേഷത്തിൽ മാറിയത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടും. ഗലാത്യ സഭ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ആ സഭയ്ക്കകത്ത് വേറൊരു സുവിശേഷം വന്നു കയറി. കണ്ടോ? ഈ പുറത്തുള്ളവന് അകത്ത് വേറെ സുവിശേഷം കയറ്റാൻ പറ്റില്ല. അകത്തുള്ളവൻ നിന്നിട്ടാണ് വേറൊരു സുവിശേഷം ഉണ്ടാക്കുന്നത്. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഗലാത്യ സഭയിൽ, റോമ സഭയിൽ നോക്കിയപ്പോൾ അവിടെ കണ്ടു, കൊരിന്ത്യ സഭയിൽ നോക്കിയപ്പോഴും അവിടെയും നമ്മൾ കണ്ടു. ഇപ്പോൾ ഗലാത്യ സഭയിലേക്ക് കയറിയപ്പോൾ അവിടെയും കാണുന്നു, നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ എത്ര വേഗം വേറൊരു സുവിശേഷത്തിൽ മാറിയത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. പൗലോസ് ആശ്ചര്യം തോന്നുകയാണ്. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ വരച്ച് കാണിച്ചിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആര്? എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള നല്ല വെളിപ്പാട് എവിടെ ഉണ്ടായിരുന്നു? ഗലാത്യ സഭയ്ക്കുണ്ടായിരുന്നു. മറ്റുള്ള സഭകളിൽ കൊടുത്ത ടീച്ചിങ്ങിനേക്കാൾ ബാക്കിയുള്ളവരുടെ ടീച്ച് ചെയ്തേ ഉള്ളൂ. ഇവിടെ ക്രിസ്തുവിനെ വരച്ച് കാട്ടി. എന്ന് വെച്ചാൽ ഗലാത്യ സഭ ഒരിക്കലും ക്രിസ്തുവിനെ മറക്കരുത്. അതുകൊണ്ട് ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ പൗലോസ് അപ്പോസ്തലൻ വരച്ച് കാട്ടിയ ഒരു സഭയാണ്. എന്ന് വെച്ചാൽ അത്രമാത്രം ഡീപ്പായിട്ട് ക്രിസ്തുവിനെ പഠിപ്പിച്ച ഒരു സഭയാണ് ഗലാത്യ സഭ എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു. പക്ഷേ അവര് പൗലോസ് പറയും, ശുദ്രം ചെയ്ത് മയക്കിയത് ആര്? ഇവിടെ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, മറ്റൊരു സുവിശേഷം അല്ലെങ്കിൽ മറ്റൊരു സുവിശേഷത്തിൽ മാറിയത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി. ആമേൻ, ഹല്ലേലൂയ. ചിലർ നിങ്ങളെ കലക്കി. ഉപദേശിമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ ഒരു ദൈവസഭയെ ഒരു വിശ്വസ്തനായ ഒരു ദൈവദാസനെ ഏൽപ്പിച്ചാൽ ആ സഭയിലുള്ള ഒരു വിശ്വാസിയെ നിങ്ങൾ കലക്കരുത്. സ്തോത്രം. ഒരു കുടുംബത്തെ കലക്കരുത്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചെന്ന് വരാം, ഇല്ല നിങ്ങൾക്ക് താല്പര്യമില്ലാതെ പോയെന്ന് വരാം, എനിക്ക് ഈ സഭയോട് കൂറില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോകാം. പക്ഷെ സഭയെ കലക്കരുത്. ഹല്ലേലൂയ. ഇവിടെ ഗലാത്യ സഭ കലക്കി കളഞ്ഞു. മറ്റൊരു സുവിശേഷം പോലെ ഇതിനെ കലക്കി കളഞ്ഞു. അവിടെ ആ പൗലൂസ് എത്രമാത്രം വേദനപ്പെട്ടിട്ടാണ് ആ സഭയെ അല്ലെങ്കിൽ സഭയാക്കി തീർത്തത്. ഇപ്പോഴും ചിലർ വന്നെന്ത് ചെയ്തു? അതിനെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. കേട്ടോ, ഒരു കലക്കം ഒരു സഭയിൽ വന്നാൽ, ഒരു വിശ്വാസിയിൽ വന്നാൽ സുവിശേഷത്തെ മറിച്ചു കളയുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിനകത്ത്, ഞാനൊരു പാസ്റ്ററാണ്, എൻ്റെ ഉള്ളിനകത്ത് ഒരാൾ വന്ന് കലക്കി. ഈ കലക്കി കഴിഞ്ഞാൽ എന്നിലുള്ള സുവിശേഷത്തെ അത് മറിച്ചിടുകയാണ്. അതുകൊണ്ട് ദൈവദാസന്മാരെ പറയട്ടെ, നിങ്ങൾ പ്രസംഗിക്കുന്ന വചനം അവരിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. യേശുവിന്റെ വചനം അവരിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഒരു ദൈവദാസനായി നിങ്ങളെ സഭകളിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ ദൈവം നിങ്ങളെ നിയോഗിക്കുന്നത്. നിങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ 3-5 വർഷം കഴിയുമ്പോൾ പോകുമ്പോൾ ആ സുവിശേഷത്തെ മറിച്ചിട്ട് പോകരുത്. മനസ്സിലായോ? നിങ്ങൾ കലക്കി കഴിഞ്ഞാൽ സുവിശേഷം മറിയുകയാണ് എന്ന ബോധ്യം ദൈവഭൃത്യന്മാരായ നിങ്ങൾക്കുണ്ടാകും. പ്രത്യേകിച്ച് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ഈ സമയങ്ങളിലൊക്കെയും ട്രാൻസ്ഫറിന്റെ സമയങ്ങളാണ്. എല്ലാ സഭകളും എല്ലാ സംഘടനകളിലും ട്രാൻസ്ഫറിന്റെ സമയമാണ്. ഈ സമയങ്ങളിൽ
പ്ലീസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ഒരു സഭ ചെറുത് കിട്ടിയാലും വലുത് കിട്ടിയാലും, കർത്താവ് നിങ്ങളെ നിയോഗിക്കുന്നിടത്ത് ഒന്നിനും കുറവില്ലാതെ ദൈവം നിങ്ങളെ നടത്തും. ആകയാൽ നിങ്ങൾ പോകുമ്പോൾ സന്തോഷത്തോടുകൂടെ, ജനത്തിൽ ഒരാളെ പോലും കലക്കാതെ, കലക്കുന്നുവെങ്കിൽ സുവിശേഷം നിങ്ങളെ മറിക്കുകയാണ്. ആ മറിക്കുന്ന മറ്റൊരു സുവിശേഷത്തിലേക്ക് പോകാതെ ക്രിസ്തുവിന്റെ നല്ല ഭടനായി നിങ്ങൾ അവിടെ നിറങ്ങുക. അത് നിങ്ങൾക്ക് പ്രശംസ കാരണമായി തീരും. അടുത്ത പൗലോസ് നിങ്ങൾ എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ച അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ സുവിശേഷത്തെ കലക്കി കഴിഞ്ഞാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവൻ എന്നാണ് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സുവിശേഷം, നിങ്ങൾ പറഞ്ഞ സുവിശേഷം കലക്കരുത്. ദൈവദാസിമാരുടെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ യേശുവിനെ ഉയർത്തി കാണിച്ചവരാണ്. നിങ്ങളുടെ വാക്കുകൊണ്ട്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഒരാൾ കലങ്ങിപ്പോയാൽ നിങ്ങൾ കൊടുത്ത സുവിശേഷത്തെ നിങ്ങൾ മറിച്ചിടുകയാണ്, വിപരീത ഉപദേശമായി അത് മാറുകയാണ്. ഹല്ലേലൂയ. ആ മനുഷ്യൻ പിന്മാറിപ്പോയാൽ, ആ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ, പ്രിയമുള്ളവരെ, അതിന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ശപിക്കപ്പെട്ടവർ എന്ന വാക്കിന് നമ്മൾ അർഹരായി തീരും. ഹല്ലേലൂയ. ഇനി അടുത്ത് വീണ്ടും നമുക്ക് കൊലോസ്യ ലേഖനത്തിലേക്ക് പോകാം. അവിടെ 2-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ പറയും, തത്വജ്ഞാനം വെറും വഞ്ചന കൊണ്ടും ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. ഈ തത്വജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനത്തെ അല്ല പറയുന്നത്. ഈ സഭകളിൽ ലോകത്തിന്റെ കാര്യങ്ങളെ സ്നേഹിച്ച് ലോകത്തിന്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. സുവിശേഷം പ്രസംഗിക്കേണ്ട, യേശുവിനെ ഉയർത്തേണ്ടടുത്ത് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ കൊണ്ട് സഭ നിറഞ്ഞു. ചില സഭകളിൽ കണ്ടിട്ടുണ്ടോ, സുവിശേഷം പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കും. സുവിശേഷം പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങും. എന്നാൽ ലോകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു നോക്കണം, എന്തൊരു സ്തോത്രം, എന്തൊരു ഹല്ലേലൂയ. ആ സഭ തത്വജ്ഞാനമുള്ള സഭയാണ്. എന്നുവെച്ചാൽ ശാസ്ത്രം അങ്ങനെ ചെയ്തു, ശാസ്ത്രം ഇങ്ങനെ ചെയ്തു, ഇതൊന്നും പറയരുതെന്നല്ല പറയുന്നത്. ബൈബിളിനെ കേന്ദ്രീകരിച്ച് നമുക്കത് പറയാം. പക്ഷേ ചില സഭകളിൽ കസേരയിലേക്ക് ഇങ്ങനെ വന്നങ്ങിരിക്കും. അവർക്ക് വേണ്ടത് ശാസ്ത്രമാണ്, അവർക്ക് വേണ്ടത് പഴഞ്ചൻ കിഴവിക്കഥകളാണ്. ചില സഭകളിൽ ഭയങ്കര തമാശയായിരിക്കും. ആ സഭയ്ക്കകത്ത് സുവിശേഷം പറഞ്ഞു നോക്കി, യേശുവിന്റെ വചനം പറഞ്ഞു നോക്കി, ഉപദേശം പറഞ്ഞു നോക്കി, എല്ലാം ഉറക്കമായിരിക്കും, എല്ലാവരും ബോറടിച്ചിരിക്കും, എല്ലാവരും സമയം നോക്കിക്കൊണ്ടിരിക്കും. അവിടെ വേണ്ടത് കോമഡി ഷോയാണ്. മിക്ക സഭകളിലും ഇന്ന് കോമഡി ഉണ്ടെങ്കിൽ മാത്രമേ ആ സഭയിൽ ഉണർവുണ്ടാകുകയുള്ളൂ. ചിലയിടത്ത് നോക്കുമ്പോൾ തത്വജ്ഞാനം എന്ന് വെച്ചാൽ ശാസ്ത്രം, നാസ അത് കണ്ടെത്തി കഴിഞ്ഞു, റഷ്യ ഇങ്ങനെ ചെയ്യുന്നു, അമേരിക്ക ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ പറയുമ്പോൾ സഭയ്ക്ക് ഭയങ്കര ഉണർവാണ്. പക്ഷേ സത്യസുവിശേഷം അവിടെ പറയുമ്പോൾ എല്ലാം ഉറക്കം. അതുകൊണ്ട് പൗലോസ് പറയുന്നു, തത്വജ്ഞാനം വെറും വഞ്ചന കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിക്കാൻ സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? നമ്മുടെ സഭയ്ക്കകത്ത് ബുദ്ധിരാക്ഷസന്മാരെയല്ല വേണ്ടത്, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട അഭിഷക്തന്മാരെയാണ് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് എത്രമാത്രം വലിയ ജ്ഞാനിയായിരുന്നു. തന്റെ ജ്ഞാനത്തെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സമർപ്പിച്ചിട്ടാണ് ക്രിസ്തുവിന്റെ ജ്ഞാനത്തിന് വേണ്ടി ഇറങ്ങുവാനിടയായത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സൂക്ഷിക്കണം. അടുത്ത വാക്യം, അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. ഇത് ലോകത്തിന്റെ ആദ്യ പാഠമാണ്. മനസ്സിലാവുന്നുണ്ടോ? തത്വജ്ഞാനം ലോകത്തിന്റെ ആദ്യ പാഠങ്ങളാണ്. അതുകൊണ്ട് ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല, ക്രിസ്തുവിന് ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. അവരെ വിട്ട് ഒഴിയുക, അങ്ങനെയുള്ള കൂട്ടായ്മ ചെന്ന് ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ഉയർത്തുന്ന, ഉപദേശത്തെ ഉയർത്തുന്ന, നിത്യതയെ ഉയർത്തുന്ന കൂട്ടായ്മകളിലും കൂട്ടങ്ങളിലും ചെന്നിരുന്ന് ദൈവശക്തി പ്രാപിച്ച് നിത്യതയിൽ പോകാൻ ഒരുങ്ങുവാൻ ദൈവമക്കളോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. പൗലോസ് നോക്കിയപ്പോൾ ഇവിടെ തത്വജ്ഞാനികൾ കൊണ്ട് നിറഞ്ഞു, ഭയങ്കര ബുദ്ധിശാലികൾ.
അവർ ക്രിസ്തുവിനെ ഒന്നും പ്രസംഗിക്കുന്നില്ല, ലോകത്തെ പ്രസംഗിക്കുകയാണ്. സ്തോത്രം. ലോകത്തെ പ്രസംഗിക്കാനല്ല വിളിച്ചത്. അത് രാഷ്ട്രീയക്കാരുണ്ട്, ഇവിടുത്തെ സാഹിത്യകാരന്മാരുണ്ട്, അവരങ്ങ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കാൾ ജ്ഞാനം ബുദ്ധിയുള്ളവരാ, അവർ നന്നായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതല്ല വേണ്ടത്. നമുക്ക് ക്രിസ്തുവിനെ ഉയർത്തണം. നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നിരിക്കുന്നു, ക്രിസ്തുവിനെ നിങ്ങൾ പരിചയപ്പെടുത്തണം. ആമേൻ, ഹല്ലേലൂയ. പിന്നീട് തീമോഥെയോസിന്റെ ലേഖനത്തിലേക്ക്, 2 തീമോഥെയോസ് ലേഖനത്തിൽ 3-ാം അധ്യായം നമ്മൾ 5-ാം വാക്യത്തിലേക്ക് നമ്മൾ അവിടെ കാണുമ്പോൾ, അവിടെ പൗലൂസ് തീമോഥെയോസിനോട് പറയുന്ന ചില വാക്കുകൾ: ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. കേട്ടോ, പൗലൂസ് തീമോഥെയോസിനോട് പറഞ്ഞ, മക്കളെ, അന്ത്യകാലത്തുണ്ടല്ലോ ദ്രോഹികൾ. എവിടെ? ചർച്ചിനകത്ത് വിശുദ്ധന്മാരുടെ ദ്രോഹികൾ, ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ല. ഇവർക്ക് ദൈവപ്രിയമില്ല, പ്രിയമില്ലാതെ ഭോഗപ്രിയരായി. ഭോഗം ഒന്ന് മനസ്സിലായ? ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം എന്നാ നോക്കണം. അവർ വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് കാണും, ഭയങ്കര വിശുദ്ധന്മാരാ. ഒന്നാം തരം ബൈബിളൊക്കെ എടുത്തു വെച്ച് പള്ളിക്കകത്ത് കയറി വന്ന സ്വത്രവും ഹല്ലേലൂയയും പ്രാർത്ഥനയെ കേൾക്കണം. പക്ഷെ ഇവര് ഭോഗപ്രിയരാണ്. ഇത് ഇവരെ വിട്ടൊഴിയണം. ഹല്ലേലൂയ, മനസ്സിലായോ? ഇവരെ വിട്ട് പുറമേ നോക്കുമ്പോൾ എന്താണ്? ഭക്തിയുടെ വേഷം, ഭക്തിയുടെ വേഷം. അടുത്ത്, അതിന്റെ ശക്തി ത്യജിക്കുന്നവർ. പുറമേ നോക്കുമ്പോൾ ഭക്തിയുടെ വേഷം ധരിച്ചിരിക്കുക, പക്ഷെ ഇവർക്ക് എന്തില്ല? ഭക്തിയുടെ ശക്തിയില്ല. ആമേൻ. അവരെ വിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പൗലൂസ് തീമോഥെയോസ്, നീ ഒഴിഞ്ഞു നിൽക്കണേ, അവരുടെ അടുത്ത് നിന്ന് ചാടി കൊടുക്കരുതേ, നീ അവരെ വിട്ട് ഒഴിയണം. അങ്ങനെ ഉള്ളവരെ വിട്ടൊഴിയുക. മനസ്സിലാവുന്നുണ്ടോ? ഭക്തിയുടെ വേഷം ധരിക്കുന്നവനെ വിട്ടൊഴിയണം. അത് പാസ്റ്ററല്ല, ഇനി ഏത് പ്രവാചകനായിരുന്നാലും ആരായിരുന്നാലും ഭക്തിയുടെ വേഷം എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടൊഴിയണം. നമുക്ക് ആവശ്യം ഭക്തിയുടെ വേഷമല്ല, ഭക്തിയുടെ ശക്തി വേണം. ആമേൻ. അവരെ വിട്ടൊഴിയണം. അവരുടെ സ്വഭാവം വീടുകളിൽ നൂണ് കിടക്കുകയും, എല്ലാ വീടിലും ട്രാക്റ്റും കൊണ്ടും അതും കൊണ്ട് ഇത് ട്രാക്റ്റ് കൊടുക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. അവർ വയറ്റിപ്പഴപ്പിനല്ല നടക്കുന്നത്, കർത്താവ് യേശുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് പറയാൻ വേണ്ടി. അവരൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ വന്നതുകൊണ്ടാണ് സത്യത്തിൽ പറഞ്ഞ് നമ്മൾ രക്ഷിക്കപ്പെടുവാനിടയായത്. യേശുവിന് നന്ദി പറയുന്നു. ആ ഭക്തന്മാരെ നീ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഞാൻ അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നു, ഇവിടെ വായിച്ച ഭാഗത്തിൽ കൂടെ ഞാൻ പറയുന്നു. വീടുകളിൽ നൂണ് കിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാഭവങ്ങൾ അധീരായി വീട്ടിനകത്ത് കയറും. അവർ പറയുന്നത് സുവിശേഷമല്ല, അവർ പറയുന്നത് പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്ക് അധീനരായി വീട്ടിനകത്ത് കയറി മോഹവും പാപവും അവിടെ ഇരിക്കുന്ന ജനത്തിന് കൊടുക്കുക. ചിലരൊക്കെ ദൈവദാസന്മാർ അകത്ത് കയറി കഴിഞ്ഞാൽ രാഷ്ട്രീയം പറയും. ആരുടെ? വീട്ടിലിരിക്കുന്നവരോട് രാഷ്ട്രീയം പറയും. ചിലർ മതപരമായ കാര്യങ്ങൾ പറയും. ഇതിനു വേണ്ടിയല്ല സുവിശേഷ വേലയുമായിട്ട് ഞാനൊരു വീട്ടിനകത്ത് കയറേണ്ടത്. ഞാൻ എന്തിനാ കയറേണ്ടത്? സുവിശേഷുവിനെ അറിയിക്കാൻ. അവർ അംഗീകരിക്കുകയോ അവർ അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ രാഷ്ട്രീയം പറഞ്ഞാൽ ഞാൻ മതം പറയാനല്ല വന്നത്. അതൊക്കെ പറയാൻ ആളുടെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. എന്നെ ഈ വീട്ടിനകത്ത് കൊണ്ടുവന്നത് നാനാ മോഹങ്ങളുടെ കാര്യങ്ങൾ പറയാനല്ല, ക്രിസ്തുവിനെ എനിക്ക് പരിചയപ്പെടുത്താനാണ്. ആമേൻ. അടുത്ത് നോക്കണം. എപ്പോഴും പഠിച്ചിട്ട് ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകും. ഇവരുടെ സ്വഭാവം ആണുങ്ങളോടൊന്നും പറയത്തില്ല, പുരുഷന്മാരോട് ഇവർക്ക് ഒരു ബന്ധമില്ല, എല്ലാം സ്ത്രീകളോടാണ്. വിശുദ്ധ വേദപുസ്തകങ്ങളും സ്ത്രീ ബലഹീന പാത്രമാണ്. 1-2 തുള്ളി കണ്ണീരൊഴിയുമ്പോൾ പാവപ്പെട്ട സ്ത്രീകള് അയ്യോ മനസ്സരിഞ്ഞു. സ്ത്രീകളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് അതാണ്, അവർ മനസ്സരിവുള്ളവരാണ്. അയ്യോ ഞങ്ങളുടെ പാസ്റ്ററെ കരഞ്ഞുകൊണ്ട്, ഒരു സഹോദരി മുമ്പ് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളുടെ സഭയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പോയി, അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഞാൻ ചർച്ചയിൽ വരുന്നില്ല.
പെണ്ണുങ്ങളെ സ്വാധീനിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. അവരെ വിട്ടൊഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുരുഷന്മാരോടൊന്നും പറയില്ല, പുരുഷന്മാരുടെ ആലോചന ചോദിക്കില്ല. ഒരു വീട്ടിൽ ചെന്നാൽ പുരുഷന്മാരുടെ മുഖത്ത് നോക്കൂല, പുരുഷന്മാരോട് കാര്യങ്ങൾ സംസാരിക്കത്തില്ല. സ്ത്രീകളോട് അതെന്താ ന്യായം? സുവിശേഷകന്മാരോട് പറയട്ടെ, ഒരു വീട്ടിനകത്ത് ഒരു കുടുംബനാഥൻ ഉണ്ടെങ്കിൽ അവനോട് സംസാരിക്കും. അവൻ രക്ഷിക്കപ്പെട്ടെങ്കിലും നന്മയുള്ളവനും തിന്മയുള്ളവനായിരുന്നാലും നമ്മുടെ ഒരു വാക്ക് നിമിത്തമായിരിക്കാം ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കറിയാം ഒരു സഹോദരി, ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുക. ഒരു ദിവസം സ്ഥിരം ആ വീട്ടിനകത്ത് കയറി പോയി പ്രാർത്ഥിക്കാനാ പോയത്. പിന്നത്തേതിൽ ആ വീട്ടിലെ പ്രമാണം, വസ്തുവിന്റെ പ്രമാണം ഭർത്താവ് അറിയാതെ ഈ സ്ത്രീ പാസ്റ്റർ കൊടുക്കും. ഭർത്താവ് അറിഞ്ഞില്ല. കുറേ മാസങ്ങൾ കഴിഞ്ഞു. ഈ ഉപദേശിക്ക് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വീട്ടിൽ നോട്ടീസ് വന്നു. ഭർത്താവ് അറിഞ്ഞു. പാവം, ഒരു സാധു മനുഷ്യനായതുകൊണ്ട് അവിടെ കുടുംബത്തിനകത്തൊരു കലക്കം വന്നില്ല. ഈ ദേവദാസൻ പൈസ അടച്ചില്ല. കുറെ നാൾ കഴിഞ്ഞു, ജപ്തിയായി. ഇന്ന് ആ കുടുംബം ഒരു ധനാഠ്യരായ കുടുംബമായിരുന്നു. ഇന്ന് ആ കുടുംബം വാടകയ്ക്ക് താമസിക്കേണ്ട ഗതികേട് വരുവാണ്ടയായി. ഞാൻ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾക്കൊരു കുടുംബനാഥൻ ഉണ്ടെങ്കിൽ കുടുംബനാഥൻ അറിയാതെ, ഉപദേശിയല്ല ഇനി ആരായിരുന്നാലും, നിങ്ങൾ ഒരു രൂപ പോലും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യരുത്. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. വിശുദ്ധ സ്ത്രീകൾ അങ്ങനെയാണ്. ഭർത്താവ് എന്ന് പറയുന്നത് ദൈവം നമുക്ക് തലയാണ്. തല അറിയാതെ ഒരു രൂപ പോലും, അത് ഉപദേശിയായിരുന്നാലും പ്രവാചകനായിരുന്നാലും ഇനി ആരായിരുന്നാലും, ദൈവദാസന്മാർക്ക് അത്യാവശ്യമുണ്ട്. ചിലപ്പോൾ വിശുദ്ധ സഹോദരന്മാരോട് ചോദിച്ചെന്ന് വരാം. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഭർത്താവ് അറിഞ്ഞിട്ട് മാത്രം, അവരുടെ പെർമിഷനിൽ കൂടെ മാത്രമേ എന്ത് ചെയ്യാവൂ, ആർക്കായിരുന്നാലും ഷെയർ ചെയ്യാവൂ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. മറക്കരുത്, ഇങ്ങനെ ഉള്ളവരെ വിട്ടകലുക, സൂക്ഷിക്കുക എന്ന് തീമോഥെയോസിനോട് പറയുകയാണ്. അപ്പൊ അടുത്ത് 9-ാം വാക്യത്തിൽ പറയുന്നു, അവർ അധികം മുഴുക്കുകയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെടുന്നത് പോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെട്ട് വരും. സ്തോത്രം. ഇന്ന് അവർ എത്രയൊക്കെ മൂടി വെച്ചാലും ഒരു ദിവസം ഇതെല്ലാം പുറത്ത് ദൈവം കൊണ്ടുവരും. ആമേൻ. അതുകൊണ്ട് അവരെ സൂക്ഷിക്കുക, അവരെ വിട്ടകലുക. ഇനി നോക്കുക, പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതിയൊരു വാക്കുണ്ട്. 2 പത്രോസിന്റെ ലേഖനം 2:1-2 വാക്യം. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. കണ്ടോ, വിശുദ്ധന്മാരുടെ ഇടയിലും ആരുണ്ടായിരുന്നു? കള്ളപ്രവാചകന്മാരുണ്ട്. എല്ലാ പ്രവചനമല്ല. പ്രവചനത്തിന് വിശുദ്ധ വേദപുസ്തകം ഇത് തീമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, പ്രവചനം തുച്ഛീകരിക്കരുത്, നല്ലത് ശോധന ചെയ്യുക. സ്തോത്രം. നല്ലതെന്ന് പറയുന്നത് എന്താണ്? അമേരിക്കയിലേക്കും UK ഇതാ പോകാൻ പോവുകയാണ്. മഞ്ഞ് പൊഴിയുന്ന ദേശത്ത് എന്നെ അനുഗ്രഹിച്ചോട്ടെന്നേ. അതിനെ പിടിച്ചിട്ട് സഹോദര, നിന്റെ ജീവിതം രൂപാന്തരപ്പെടണമെന്ന് പറഞ്ഞാൽ അത് കളയാനല്ല പറഞ്ഞത്. നല്ലത് മുറുകെ പിടിക്കുക എന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിലുള്ള ബലഹീനത എന്തെന്ന് ഒരു ദൈവദാസൻ പറഞ്ഞാൽ അവിടെ വീഴാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് 100-ൽ 95% പ്രവാചകന്മാരും മുഖസ്ഥിതി പറയുന്നവരാ, സത്യ പറയുന്നത്. ഞാനൊരു പ്രവാചകന്റെ ഒരു വീഡിയോ കണ്ടു. ഞാൻ 3/4 മണിക്കൂർ ആ പ്രവാചകന്റെ ആരാധന കണ്ടു. ഒരു സ്ത്രീയോട്, വിധവയായ സ്ത്രീയോട്, നല്ല കാര്യമാണ്, ദൈവം കൊടുത്ത കൃപയായിരിക്കാം, ഞാൻ അതിനെ അവഗണിക്കുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. യേശുപ്പച്ചൻ അനുഗ്രഹിച്ചോട്ടെ. പക്ഷേ എന്നെ വേദനിപ്പിച്ച കാര്യം, ഏകദേശം 3/4 മണിക്കൂർ ആ ദൈവഭൃത്യൻ ആ വിധവയായ സ്ത്രീയുടെ വീട്, നാട്, പോകുന്ന റൂട്ട്, വീട്ടിനകം എല്ലാം പറയുക. ദൈവം കൊടുത്ത കൃപയായിരിക്കാം, അതിന് ഞാൻ ഇൻസൾട്ട് ചെയ്യുന്നില്ല. കർത്താവ് ഒത്തിരി അനുഗ്രഹം. പക്ഷേ ഇതിനകത്ത് ഒരിടത്ത് പോലും യേശു എന്നൊരു വാക്ക് ഞാൻ കേട്ടില്ല. അതെനിക്ക് വല്ലാതെ വേദനിപ്പിച്ചു. ആ വിധവയായ സ്ത്രീ എന്തിനാ വന്നത്? റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുക്കാനാണോ? അല്ലെങ്കിൽ എനിക്ക് ഈ കൃപയുണ്ടെന്ന് അവർക്ക് തെളിയിക്കാനോ? അല്ല.
നമുക്ക് ആരെ കാണിച്ചു കൊടുക്കണം? ഈ പ്രവചനത്തിൽ കൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം, അവരുടെ കുറവുകളെ കാണിച്ചു കൊടുക്കണം. നീ ഇങ്ങനെ ആകാനുള്ള കാര്യം, ഇങ്ങനെ ഒരു കുറവുണ്ട്, അത് ക്രമീകരിക്കണം. ഇതാണ് പ്രവചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവം കൊടുത്ത ദൈവത്തിനുള്ള കൃപയായിരിക്കാം. സ്തോത്രം. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇതിനിടയിൽ ഞാൻ കയറി പറഞ്ഞത് യേശു എന്നൊരു വാക്ക് പറയാത്തതിന്റെ വേദനയിലാണ് ഞാൻ പറഞ്ഞത്. അത്ര മാത്രമേ ഉള്ളൂ. നോക്കുക, ഇവിടെ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടന്മാർ ഉണ്ടാകും. ആമേൻ. ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. കള്ളപ്രവാചകൻ മാത്രമല്ല, അവരെ വിട്ടൊഴിഞ്ഞോളാം, സൂക്ഷിച്ചോളാം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കാണുന്ന എല്ലാ പ്രവാചകന്മാരുടെ ഓടിച്ചൊന്നും തലകുത്തി ഇരുന്ന് കൊടുക്കരുത്. നമ്മുടെ സഭയ്ക്കകത്ത് ഒരു പ്രവാചകനെ തന്നിട്ടുണ്ട്, ഒരു ഉപദേഷ്ടാവിനെ തന്നിട്ടുണ്ട്, ഒരു ഗുരുവിനെ തന്നിട്ടുണ്ട്, ഒരപ്പനെ തന്നിട്ടുണ്ട്. ആരാ? നമ്മുടെ പാസ്റ്റർ. അതിനപ്പുറമായി ഒരു പ്രവചനം ഇല്ല പറയുള്ളവരെ. നിങ്ങളെ ആ സഭയിൽ ദൈവദാസിയായിട്ട്, അല്ലെങ്കിൽ ഒരു സഹോദരിയായിട്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയാക്കി ദൈവം നിങ്ങളെ നിയോഗിച്ചത് ഇന്നും ഇന്നലെയല്ല. എഫേസിലെ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നിങ്ങളെ കണ്ട് എവിടെ നിങ്ങളാകും, നിങ്ങളെ ആരും നിയന്ത്രിക്കണമെന്ന് പറഞ്ഞ് പാസ്റ്ററേയും വിശ്വാസിയും ദൈവം പണ്ടേ നിയമിച്ചതാണ്. ആ ദൈവദാസനെ അറിയാതെ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോണില്ല. അതുകൊണ്ട് ദാണ്ട് അവിടെ ഒരു പ്രവാചകൻ വരുന്നു, നമുക്ക് ഓടി വാ അച്ചായ, പെട്ടെന്ന് വാ, നമുക്ക് അവിടെ പോവാം. എന്താണ് ദൂതം? ഒന്നും കേൾക്കണ്ട. അച്ചായനെയും വിളിച്ചുകൊണ്ട് അമ്മാമയും അച്ചായനും കൂടെ നേരെ ചെന്ന മക്കളുമായിട്ട് ഞങ്ങളുടെ പാസ്റ്റേജ് ചെന്ന്, പാസ്റ്റേ എൻ്റെ വിഷയം ഇതാണ്, ഒന്ന് പ്രാർത്ഥിക്കാൻ പറ. അദ്ദേഹത്തിന് വെളിപ്പാടില്ലെങ്കിലും പ്രവാചകനല്ലെങ്കിലും നാവെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കഴുതിയുടെ നാവിനെ തുറന്ന ദൈവം നിങ്ങളുടെ പ്രവചനം പറയാൻ അദ്ദേഹത്തിന്റെ നാവിനെ തുറക്കും. ആമേൻ എന്ന വിശ്വാസം ഉണ്ടാക്കണം. അതുകൊണ്ട് പ്രവാചകന്മാരുടെ ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുന്നവർ പറയട്ടെ, ഇതിനിടയിൽ കള്ളപ്രവാചകന്മാരുണ്ട്, അവരെ വിട്ടൊഴിയണം. കേട്ടല്ലോ. രണ്ടാമത്തെ കാര്യം, ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. ദുരുപദേഷ്ടം എന്നുവെച്ചാൽ ഉപദേശം തെറ്റ് പറയുന്നു. കുഴപ്പമില്ലെന്നേ, കുഴപ്പമില്ല. അത് വലിയ ഉപദേശകാരാണ്, ചെറിയ ഉപദേശകാരന്മാരും അവരെ വിട്ട് നിങ്ങൾ ഒഴിയണം. അത് നിങ്ങളെ സഭയ്ക്കകത്ത് ഇന്ന് ദുരുപദേശം പറയും, നിങ്ങൾ അവിടെ വിട്ട് ഒഴിഞ്ഞോളാം. അവിടെ ഒരു മിനിറ്റ് ഇരുന്നുകളായിരുത്, അവരെ വിട്ട് ഒഴിയണം, അവരെ സൂക്ഷിക്കുകയും ചെയ്യണം. ദുരുപദേശത്തിന്റെ കീഴിൽ നിങ്ങൾ ഇരിക്കരുത്, ആത്മാവ് നിങ്ങളുടെ മേൽ വരും. ഹല്ലേലൂയ. ദുരുപദേശം എന്ന് പറയുന്നത് എന്താ? ദൈവവചനത്തിന്റെ ഉപദേശം വിട്ട്, ഉപദേശത്തിന് അയവ് വരുത്തി. ചിലർക്ക് എങ്ങനെയാ അയവ് വരുത്തും. പണ്ട് അങ്ങനെയല്ല. പണ്ട് പത്യ ഉപദേശത്തിൽ നിന്നവർ അയവ് വരുത്തി. എന്തിനാ? ആൾക്കാർ കയറാൻ വേണ്ടി തന്നെ. ആൾക്കാര് തന്നു? നമുക്ക് ആത്മാക്കളല്ലേ വേണ്ടത്. സ്തോത്രം. ചിലർ പ്രശസ്തിക്ക് വേണ്ടി ഉപദേശത്തിന് അയവ് വരുത്തി. എന്നോടൊരു പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകണം. എന്നോട് ഒരു ദൈവദാസൻ പറഞ്ഞു, പാസ്റ്റർ ഗൾഫിലൊക്കെ പോകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പ്രവചിക്കണം, അഡ്ജസ്റ്റ് ചെയ്ത് പ്രവചിക്കണം. ഹല്ലേലൂയ. എങ്കിൽ നമ്മളവിടെ ക്ലിക്കാകും. ഞാൻ പറയട്ടെ, ഒരു ക്ലിക്കായില്ലെങ്കിൽ, ഒരു അഡ്ജസ്റ്റ്മെന്റിനും കൈ കൊടുക്കാത്ത കുറെ വിശുദ്ധന്മാർ ഈ മണ്ണിൽ ഇന്നും കൊഴുത്ത് തടിച്ച് വളർന്നു വരുന്ന ഒരു വൃക്ഷം പോലെ പടർന്ന് പന്തരിച്ച് വരികയാണ്. എന്തിനെന്നറിയണ്ടേ? ഈ ലോകത്തിലെ ഒന്നിനും വേണ്ടിയല്ല, വരാൻ പോകുന്ന ഒരു നിത്യതയ്ക്ക് വേണ്ടി അവർ ഒരുക്കപ്പെടുകയാണ്. അതിൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാകണം. ദുരുപദേശമാണെങ്കിൽ ഇന്ന് നിങ്ങളെ സഭ വിട്ടോളണം, അവിടുന്ന് ഒരു സെക്കൻഡ് പോലും നിൽക്കരുതെന്ന് വിശുദ്ധ വേദപുസ്തകമായി പഠിപ്പിക്കുകയാണ്. ഇനി അടുത്ത്, അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളുടെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിക്കളഞ്ഞു. കണ്ടോ? ചില സഭകളിൽ മതം പറയുകയാണ്. മതം പറഞ്ഞ് എന്ത് ചെയ്തു? അവരെ വിലയ്ക്ക് വാങ്ങിച്ച നാഥനെ തള്ളിക്കളയുകയാണ്. അടുത്ത്, തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. ഇന്ന് നോക്കണം, അനുകരിച്ചു കൊണ്ടിരിക്കുക. ബർമൂട ഇട്ട് പ്രസംഗിച്ചാലും ഇവിടെ ഒരു കുഴപ്പമില്ല, കർത്തൃമേശ കൊടുത്താലും ഇവിടെ കുഴപ്പമില്ല, നായയും കൂടെ ഇരുത്തി കർത്തൃമേശ കൊടുത്താലും ഇവിടെ ഒരു കുഴപ്പമില്ല. അതിനെയും അനുകരിക്കുന്ന കുറെ എണ്ണം ഉണ്ടാകും എന്ന് നിങ്ങൾ അതിന് നിൽക്കരുത്. സൂക്ഷ്മതയോടെ അവിടെ നിന്ന് മാറി നിൽക്കുക. അങ്ങനെയുള്ളവരുടെ പ്രസംഗത്തിന് നിങ്ങൾ ഇരിക്കരുത്. അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയിൽ ചെന്ന് ഇരിക്കരുത്. അവരെ വിട്ട് ഒഴിയുക, അവരെ സൂക്ഷിക്കുക. അടുത്ത കാര്യം, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ഹല്ലേലൂയ. കണ്ടോ? എന്തിനാണ് യേശു അത്ഭുതം നടത്തിയിട്ട് ഒരിടത്ത് പോലും, ഒരു സ്ഥലത്ത് പോലും
ഒരാളെ പിടിച്ച് നിർത്തിയിട്ട് നീ പറ ഞാനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞെന്ന് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമോ? യേശു പറഞ്ഞു, ഞാൻ ആര് സൗഖ്യം എന്നെ നീ പറയരുത്, സൗഖ്യം ഞാനാണ് ചെയ്തതെന്ന് പറയരുത്. അവർ എന്ത് ചെയ്തു? പറഞ്ഞുകൊണ്ട് നടന്നു. നടക്കട്ടെ, ഒരു അത്ഭുതം. എന്തിനാ മയക്ക് പിടിച്ചു കൊടുക്കുന്നതാ ഇവിടെ വായിക്കുന്നു. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞു നിങ്ങളെ വാണിഭമാക്കും. ക്യാൻസർ രോഗം മാറി. ഇവിടത്തെ മുന്തിയ ഒരു ദൈവദാസനുണ്ട്, എൻ്റെ ഒരു സ്നേഹിതനായ ഒരു ദൈവദാസൻ, ഒരു വിശ്വാസി. ക്യാൻസർ രോഗം വന്നു. യാദർച്ഛിക TV-യിൽ കൂടെ കണ്ടു, ഭയങ്കര അത്ഭുതം വന്നു. ചെന്നു ഒരു ദിവസം അവിടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ വേണമല്ലോ. പണ്ടത്തെ നമ്മുടെ പിതാക്കന്മാർക്ക് അപ്പോയിന്റ്മെന്റ് വേണ്ട, ഇപ്പോഴും അപ്പോയിന്റ്മെന്റ് വേണം. പ്രശസ്തിയിലേക്ക് വരുമ്പോൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ വേണമല്ലോ. അപ്പോയിന്റ്മെന്റിന് ഡേറ്റ് കൊടുത്തു, സമയം കൊടുത്തു. എന്നിട്ട് സൗഖ്യമായി. അന്നത്തെ മീറ്റിംഗ് സൗഖ്യമായി. കയറി നിന്ന് മൈക്കിൽ കൂടെ ഞാൻ വന്നപ്പോൾ ക്യാൻസർ ആയിരുന്നു, ഇപ്പോഴേ ക്യാൻസർ മാറി. 1 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി മരിച്ചു. ഈ വാണിഭമാക്കി ആരെ? ഈ പാവപ്പെട്ട ആ സഹോദരന്. ഇതുപോലെ ഡെയിലി നമ്മുടെ മീറ്റിങ്ങുകളിൽ പലരെ വാണിഭമാക്കി ഒരു സൗഖ്യം നൽകി. അത് ദൈവമല്ലേ കൊടുത്തത്? ദൈവത്തിന്റെ രാജ്യം ഉയരട്ടെ, അവർ ലോകം മുഴുവനും ചെന്ന് പറഞ്ഞോട്ടെ. നമുക്കെന്തിനതിൽ പ്രശംസിക്കേണ്ടത്? ഇവിടെ അവർ വാണിഭമാക്കും. ഇന്ന് വാണിഭമാക്കിക്കൊണ്ട് പലരിക്കണം. അതുകൊണ്ട് ദൈവം ഒരു വിടുതൽ തന്നാൽ മൈക്കിന്റെ മുമ്പിൽ ചെന്ന് പറയരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നാട് മുഴുവനും പറയണം യേശു എന്റെ സൗഖ്യമൊക്കെയെന്ന്. അല്ലെങ്കിൽ മൈക്കിന്റെ മുമ്പിൽ, വീഡിയോയുടെ മുമ്പിൽ നിന്ന് ഷോ കാണിക്കരുതേ. അത് ദൈവസന്നിധിയിൽ പറയുന്നു, നിങ്ങളെ വാണിഭമാക്കുകയാണ്. അടുത്ത്, അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിക്കാതെ വരുന്നു, അവിടെ നാശം ഉറങ്ങുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയിലും ഗലാത്യ സഭയിലും റോമാ സഭയിലും തീമോഥെയോസിനോടൊക്കെ പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ വിട്ടൊഴിയണം. പത്രോസിന്റെ ലേഖനത്തിലും പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടൊഴിയണം, സൂക്ഷിക്കണം. ഇനി അവസാനമായി ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. യോഹന്നാൻ സ്ലീഹ, യേശുവിന്റെ സ്വന്തം മാർഗോട് ചേർന്ന യോഹന്നാൻ സ്ലീഹ 1 യോഹന്നാൻ 2:18 എന്ത് പറഞ്ഞു? കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുകൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴിക എന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിൽ നമുക്കുള്ളവർ ആയിരുന്നില്ല. കണ്ടോ, അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഇടയിൽ നിന്നാണ് ഇവർ പുറപ്പെട്ടിരിക്കുക. ഈ ദുരുപദേശം, വിപരീത ഉപദേശം, കലക്കം, ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ ഇടയിൽ നിന്നാണ്. അവരെ യോഹന്നാൻ വിളിച്ചിരിക്കുന്നത് എതിർ ക്രിസ്തുക്കളെന്നാണ്. ഹല്ലേലൂയ. എങ്കിൽ നമ്മോട് പാർക്കുകയും ആയിരുന്നു, അവർ നമുക്കുള്ളവർ ആയിരുന്നു എങ്കിൽ നമ്മോട് കൂടെ പാർക്കുമെന്ന്. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാക്കേണ്ടതല്ലോ. കണ്ടോ, ഇവിടെ ഞാൻ എൻ്റെ വാക്ക് നിർത്തിക്കൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇത് അന്ത്യനാഴികയാണ്. നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടരുത്. നമ്മൾ ഇത്രയും ഓടിയതും അധ്വാനിച്ചത് വെറുതെ ആയി പോകരുത്. നമ്മൾ ഇവിടത്തെ ഒരു വിടുതലിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. നമുക്കൊരു നിത്യരാജ്യം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശു വരാൻ പോവുകയാണ്. ഇവിടത്തെ എന്തെങ്കിലും ഒരു ചെറിയ നന്മയോ നോക്കി വലിയ നിത്യതയെ നിങ്ങൾ തിരസ്കരിക്കരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിൽ കൂടെ 2 കാര്യം കൂടെ പറയട്ടെ. ഒന്ന്, നിങ്ങൾ സൂക്ഷിക്കണം. ആരെ സൂക്ഷിക്കണം? കലക്കുന്നവരെ, ദ്വന്ദ്വഭാഷമുണ്ടാക്കുന്നവരെ, വീടുകൾ നുഴഞ്ഞു കയറി പെണ്ണുങ്ങളെ സ്വാധീനിക്കുന്നവരെ, വയറ്റിപ്പിഴപ്പിന് വേണ്ടി നടക്കുന്നവരെ, ചക്കരവാക്ക് പറയുന്നവരെ, മുഖസ്ഥിതി പറയുന്നവരെ, ഇവരെല്ലാവരും നിങ്ങൾ സൂക്ഷിക്കുക. ഇത് പുറത്തുനിന്ന് വരുന്നവരല്ല, ഇത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ പൊങ്ങി വരികയാണ്. ഹല്ലേലൂയ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം, ദുരുപദേശങ്ങളെ സൂക്ഷിക്കണം. അവിടെ വിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അവിടെ നിൽക്കരുത് പ്ലീസ്. കാരണം ഹല്ലേലൂയ, ഭക്തിയുടെ വേഷം ധരിക്കുന്നവരാണ്, പക്ഷേ ഭക്തിയുടെ ശക്തിയില്ലാത്തവരാണ്. നിങ്ങൾ പുറമേ നോക്കുമ്പോൾ ഭയങ്കര ഉപദേശിമാരാണ്, ഭയങ്കര പ്രവാചകന്മാരാണ്. ദയവ് ചെയ്ത് നിങ്ങൾ വീണു പോകരുത്. നമ്മുടെ യേശു വരാൻ പോവുകയാണ്. നമ്മുടെ കാഹള ശബ്ദം കേൾക്കാൻ പോവുകയാണ്. യേശുവിന്റെ 2ാമത്തെ മടങ്ങിന് വേണ്ടി തന്റെ മണവാട്ടിയായി വളരെ വിശുദ്ധിയോടെ ജീവിക്കണം. കളയേണ്ടതിനെ കളഞ്ഞ്, വിട്ടൊഴിയേണ്ടതിനെ വിട്ടൊഴിഞ്ഞ്, സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. ദൈവാത്മാവ് നിങ്ങളെ ഈ തിരുവചനത്തിൽ കൂടെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാണപ്രിയനായ ദൈവമേ, സ്വർഗീയ പിതാവേ,
കള്ളപ്രവാചകന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും കർത്താവെ ചക്കരവാക്കുകളും മുഖസ്തുതികളും കർത്താവ് കേട്ടും കണ്ടും അറിഞ്ഞ് മനസ്സ് മടുത്ത് ആത്മമണ്ഡലത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ കർത്താവെ സുവിശേഷം പറഞ്ഞിട്ട് അവരെ കലക്കി അവരുടെ സുവിശേഷം അവർ കേട്ട വചനത്തെ ഹല്ലേലൂയ മറിച്ചു കളഞ്ഞ അനേക ഉപദേശിമാർ, അനേക സഭകൾ, അനേക ഉപദേഷ്ടാക്കന്മാരുണ്ട് കർത്താവെ. അങ്ങനെ മറിഞ്ഞു കിടക്കുന്ന അനേക മക്കൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു കർത്താവെ പല കാര്യങ്ങൾ അവർ വിമർശിക്കുന്നു കർത്താവെ. ആരും ശരിയല്ലെന്ന് പറയുന്നു, ഒരു മെസ്സേജും ശരിയല്ലെന്ന് പറയുന്നു കർത്താവ്. ഇവരൊക്കെ പറഞ്ഞ് ചുമ്മാതെന്ന് പറയുന്നു, ഇവർ ജീവിതം ഇല്ലെന്നൊക്കെ പറയുന്നു കർത്താവെ. അതൊന്നും നോക്കാതെ ക്രിസ്തുവിൽ അവരെ ഒരിക്കൽ കൂടി പണിയണം കർത്താവെ. ഇവരെ വിട്ടൊഴിഞ്ഞ് കർത്താവെ സൂക്ഷ്മതയോടുകൂടെ ക്രിസ്തുവിന്റെ വചനം പഠിച്ച് ജീവിക്കാനുള്ളൊരു കൃപ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഈ രാവിലെ ദൈവം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം മുഖേന ചിലരുടെ ജീവിതത്തിലെങ്കിലും ഒരു പരിവർത്തനം, ഒരു മനപരിവർത്തനം, നിത്യതയിലേക്ക് ഒരു പടിയും കൂടെ അടുക്കുവാൻ ഈ വചന സന്ദേശം കൃപ ചെയ്യണമേ. ഈ എളിയദാസനും അപ്രകാരം തന്നെ കർത്താവെ വിട്ടൊഴിയേണ്ടതിന് വിട്ടൊഴിഞ്ഞ് സൂക്ഷിക്കേണ്ടതിന് സൂക്ഷിച്ച് കർത്താവെ അടിയിലും ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മൂടിയാട്ട സഹായിക്കണം. സർവമാന മഹത്വ പുകഴ്ച എല്ലാം കേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എന്റെ പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് ചെറിയൊരു മാറ്റമെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ ചലനം വരുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇത് പരിചയപ്പെടുത്തുക. നിങ്ങൾ ഈ വചനം കേൾക്കുക മാത്രമല്ല, ഇതിനെ നമുക്ക് ഫോളോ ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.